ഇതിൽ ബൈനറി നമ്പർ സിസ്റ്റം, ഡെസിമൽ നമ്പർ സിസ്റ്റം, ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ, ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ. ഒരു ബൈനറി നമ്പർ തന്നു അതിനെ ഡെസിമൽ നമ്പർ ആക്കണം, ഒരു ഡെസിമൽ നമ്പർ തന്നു ബൈനറി നമ്പർ ആക്കണം. ഇത് പലപ്പോഴും പരീക്ഷകൾക്ക് കാണാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് പഠിക്കുന്നത്. സിമ്പിളാണേ മക്കളെ. ഒരു സംഖ്യ ഇവിടെ തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന സംഖ്യ ഏതാ? 37. ഈ 37 എന്നതിനെ ബൈനറി നമ്പറിലേക്ക് മാറ്റണം എന്നതാണ് ചോദ്യം. അപ്പം ഡെസിമൽ നമ്പർ സിസ്റ്റം ഉണ്ട്, ബൈനറി നമ്പർ സിസ്റ്റം ഉണ്ട് അല്ലേ, നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ വരുന്നതാണ്. ഇതിനെ ബൈനറി നമ്പർ സിസ്റ്റത്തിലേക്ക് മാറ്റണം. ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 0യും 1ഉം മാത്രം ഉപയോഗിക്കുന്ന സംഖ്യാ സമ്പ്രദായമാണ്. അപ്പോൾ ഈ 37നെ ബൈനറി നമ്പർ സിസ്റ്റത്തിലേക്ക് മാറ്റാൻ പറഞ്ഞ് ചോദിച്ചാൽ ചെയ്യാനുള്ള മാർഗം സിമ്പിൾ ടെക്നിക്ക് ശ്രദ്ധിച്ച് കേട്ടോണേ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് വലത് സൈഡിൽ 1 എന്ന് എഴുതണം. ഇനി ഇടത്തോട്ട് അതിൻ്റെ ഇരട്ടി എടുക്കണം. 1ൻ്റെ ഇരട്ടി 2, 2ൻ്റെ ഇരട്ടി 4, 4ൻ്റെ ഇരട്ടി 8, 8ൻ്റെ ഇരട്ടി 16, 16ൻ്റെ ഇരട്ടി 32. 32 ആകുമ്പോൾ നിർത്തണം. ഇനി 32ൻ്റെ ഇരട്ടി 64 അല്ലേ, അപ്പോൾ ഈ 37 കഴിഞ്ഞു പോവില്ലേ? കഴിഞ്ഞു പോകേണ്ട ആവശ്യമില്ല, 37ന് മുൻപ് നിർത്തണം. 32 നിർത്തി. അപ്പം ഞാൻ ചെയ്തത് ഈ വലത് സൈഡിൽ നിന്ന് ഇടത്തോട്ടാണ് എടുത്തു പോയത്. 1, അതിൻ്റെ ഇരട്ടി 2, അതിൻ്റെ ഇരട്ടി 4, അടുത്തത് 8, അടുത്ത് 16, അടുത്ത് 32. അപ്പം വലത് നിന്ന് ഇടത്തോട്ട് ഇരട്ടി എടുത്തു പോന്നു. വലത് നിന്ന് ഇടത്തോട്ട് ഇരട്ടി എടുത്തു പോന്നു. ക്ലിയർ അല്ലേ? 1ൻ്റെ ഇരട്ടി 2, 2ൻ്റെ ഇരട്ടി 4, 4ൻ്റെ ഇരട്ടി 16, 32 അങ്ങനെ. ഇനി 32 ആയപ്പോൾ നിർത്താൻ കാരണം 37ൻ്റെ അല്ലേ കണ്ടുപിടിക്കണ്ടേ? 32ൻ്റെ ഇരട്ടി 64, 64 ഇത് കഴിഞ്ഞു പോവില്ല, അതുകൊണ്ടാണ് 32 നിർത്തിയത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണ്. ഇനി വേറെ ഒന്നുമില്ല, സിമ്പിൾ ടെക്നിക്ക് മക്കളെ. ഇതിലേതൊക്കെ കൂട്ടുമ്പോഴാണ് 37 കിട്ടുന്നതെന്ന് നോക്കുക. എനിക്കറിയാം 32ഉം 4ഉം 36ആണ്. ഒന്നും കൂടെ കൂട്ടിയാൽ 37 വരും അല്ലേ? 32ഉം 4ഉം ഒന്നും കൂടെ കൂട്ടിയാൽ 37 വരും ആണോ? അപ്പോൾ എനിക്ക് മനസ്സിലായി 32 വേണം, 4 വേണം, 1 വേണം. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് 37 അല്ലേ? ഇനി ഏതൊക്കെ കൂട്ടുമ്പോഴാണോ 37 വരുന്നത് അതിൻ്റെ എല്ലാം താഴെ 1 എഴുതണം. ബാക്കിയുള്ളതിൻ്റെ എല്ലാം താഴെ 0 എഴുതണം. ഇതാണ് ഉത്തരം. അപ്പം 37ൻ്റെ ബൈനറി നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ 1001101 എന്ന് വരും. 1001101 എന്ന് വരും. 1001101. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ചെയ്തത് ക്ലിയർ ആണോ? അപ്പോൾ ഒന്നുകൂടെ പറയട്ടെ ടെക്നിക്ക്, സിമ്പിൾ ടെക്നിക്ക് ശ്രദ്ധിച്ച് കേട്ടേ. നമ്മൾ സംഖ്യയുടെ വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതി പോകണം. 1, 2 ഇരട്ടി എടുത്ത് പോകണം. 32 വരെ എഴുതി. ഇതിലേതൊക്കെ കൂട്ടുമ്പോഴാണ് 37 കിട്ടുന്നതെന്ന് നോക്കുക. 32ഉം 4ഉം 1ഉം കൂടെ കൂട്ടുമ്പോഴാണ് 37 കിട്ടുന്നത്. ആ സംഖ്യകളിലെല്ലാം താഴെ 1 ഇടുക, ബാക്കിയുള്ളതിൻ്റെ എല്ലാം താഴെ 0 ഇടുക. എന്നിട്ട് ഇതെല്ലാം കൂട്ടി പറഞ്ഞ ഉത്തരമായി. മക്കളെ, 42ൻ്റെ ബൈനറി നമ്പർ കാണാനാണ്. 42ൻ്റെ ബൈനറി നമ്പർ കാണാനാണ്. 42ൻ്റെ ബൈനറി നമ്പർ കാണാൻ സിമ്പിൾ പരിപാടി. ആദ്യം എന്ത് ചെയ്യണം? അങ്ങേയറ്റത്ത് 1 എന്ന് എഴുതണം. അതിൻ്റെ ഇരട്ടി എഴുതണം, അതിൻ്റെ ഇരട്ടി എഴുതണം, അതിൻ്റെ ഇരട്ടി എഴുതണം, അതിൻ്റെ ഇരട്ടി എഴുതണം, അതിൻ്റെ ഇരട്ടി എഴുതണം. ഇനി വേണ്ട, കാരണം 64 എന്ന് പറയുമ്പോൾ 42 കഴിഞ്ഞു പോകും. ഇനി ഇതിൽ ഏതൊക്കെ കൂട്ടിയാലാണ് 42 കിട്ടുന്നതെന്ന് നോക്കുക. അപ്പം എന്തായാലും 32 അല്ലേ? 8ഉം 40, 2ഉം 42. ശരിയാണോ? 32, 8, 40, 2, 42. അതിൻ്റെ എല്ലാം താഴെ 1 ഇടുക. ഓക്കെ, ബാക്കിയുള്ളതിൻ്റെ എല്ലാം താഴെ 0 ഇടുക. ആൻസർ 101010. ഏതാ മക്കളെ? 101010. യെസ്, ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് ചെയ്യുന്ന രീതിയുണ്ട്, അതിൽ കുറച്ചുകൂടി എളുപ്പം ഇതാ, ഇങ്ങനെ ചെയ്യുന്ന എളുപ്പം. മുന്നോട്ട് പോവാം. എങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ. 73ൻ്റെ ബൈനറി നമ്പർ കാണണം. 73ന് ശരി, നമ്മൾ പറഞ്ഞ ടെക്നിക്ക് 1 ഇരട്ടി എടുത്തു, യെസ്, വീണ്ടും ഇരട്ടി 8, അടുത്ത് 16,
അടുത്ത് 32, അടുത്ത 64. കാരണം 73 അല്ലേ, അപ്പൊ 64 വരെ വരാം. ഏതൊക്കെ കൂട്ടിയാലായി 73 കൂട്ടുന്നതെന്ന് നോക്കുക. എന്തായാലും 64 വേണം. 64ഉം 8ഉം 72 72ഉം 1ഉം 73 അല്ലേ. അതിൻ്റെ എല്ലാം താഴെ 1 ഇടുക, ബാക്കിയുള്ളതിൻ്റെ എല്ലാം താഴെ 0 ഇടുക. അപ്പം 100 1001 വരും. ആണോ? 100 1001. ഏതാ മക്കളെ ആൻസർ? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരമായിട്ട് വരും. ചെയ്ത ടെക്നിക്ക് ഓക്കെ ആണോ? എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിനെ കണ്ടോ, ഇങ്ങനെയൊക്കെ എക്സാമിന് വന്നിട്ടുണ്ട്. 78നെ ഒരു പ്രത്യേക സംഖ്യാ സമ്പ്രദായത്തിൽ 100, 111, 0 എന്ന് എഴുതാമെങ്കിൽ 87നെ ഇതേ രീതിയിൽ എങ്ങനെ എഴുതാം? കണ്ടോ, അപ്പം 78ൻ്റെ ബൈനറി നമ്പറാണ് ഇവർ എഴുതിയേക്കുന്നത്. ബൈനറി നമ്പർ എന്ന ടേം അവർ യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ 78ൻ്റെ ബൈനറി നമ്പറാണ് അവർ എഴുതിയേക്കുന്നത്. 87ൻ്റെ നമ്പർ ഏതെന്നാ ചോദിച്ചേക്കുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ 1 ഇരട്ടി എടുത്തു, 4 എടുത്തു അല്ലേ. ഓക്കെ, 8 എഴുതി മക്കളെ. 16, 32, 64. ഇനി പറ്റില്ല, കാരണം 87 കഴിഞ്ഞു പോകും. ഈ 64ഉം ഏതും കൂടെ കൂട്ടണം, 16ഉം കൂട്ടണം. അപ്പൊ 70 80 ഇനി ഈ 4ഉം 2ഉം 1ഉം കൂടെ കൂട്ടുമ്പോൾ 7 വരും. ശരിയല്ലേ? 64ഉം 16ഉം 70, 80, 84, 86, 87. ഓക്കെ, അതിൻ്റെ എല്ലാം താഴെ 1 ഇടുക. 1 1 1 1 1. ഇടയ്ക്കെല്ലാം 0 ഇടുക. 10 10 111 വരും. 10 10 111, 10 10 111. ഏതാ? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അപ്പൊ ഇത് ചെയ്യേണ്ട ടെക്നിക്ക് ഓക്കെ അല്ലേ? എളുപ്പമല്ലേ? ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തിരിച്ച് ഓക്കെ, 100 അല്ലേ, 11, 100 11 ആണോ? 100 11 എന്ന ബൈനറി നമ്പറിന്റെ ഡെസിമൽ നമ്പർ കാണണം. അപ്പോൾ ഒരു ബൈനറി നമ്പർ തന്നിട്ടുണ്ട്, ഇതിന്റെ ഡെസിമൽ നമ്പർ കാണാനാണ് ചോദ്യം. അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്തതിന്റെ റിവേഴ്സ് പരിപാടി ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ അങ്ങേയറ്റത്ത് 1 എഴുതുക, അതിൻ്റെ ഇരട്ടി എഴുതുക, അതിൻ്റെ ഇരട്ടി എഴുതുക, അതിൻ്റെ ഇരട്ടി എഴുതുക, അതിൻ്റെ ഇരട്ടി എഴുതുക. ക്ലിയർ ആണോ? അങ്ങേയറ്റത്ത് 1 എഴുതുക, എന്നിട്ട് ഇരട്ടി എടുത്തെടുത്ത് പോവുക. 1ൻ്റെ ഇരട്ടി 2, 2ൻ്റെ ഇരട്ടി 4, 4ൻ്റെ ഇരട്ടി 8, 8ൻ്റെ ഇരട്ടി 16. ഇനി 1ൻ്റെ താഴെ കിടക്കുന്ന സംഖ്യകളെല്ലാം കൂടെ കൂട്ടുന്നതായിരിക്കും ഇതിൻ്റെ ഡെസിമൽ നമ്പർ. 1ൻ്റെ താഴെ കിടക്കുന്ന സംഖ്യ 1 16 പ്ലസ് 1 2 പ്ലസ് 1. ഓക്കെ, സോ ആൻസർ 19 ആണ്. 19ൻ്റെ ബൈനറി നമ്പറാണിത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 19. ചെയ്തത് ക്ലിയർ ആണോ? അപ്പം ഒരു ബൈനറി നമ്പർ തന്നാൽ അങ്ങേയറ്റത്ത് 1 എഴുതുക, ഇരട്ടി ഓരോന്നിൻ്റെയും താഴെ എഴുതി പോവുക. അതിൽ 1ൻ്റെ താഴെയുള്ള സംഖ്യകളെല്ലാം കൂട്ടി എഴുതിയാൽ അതിൻ്റെ ഡെസിമൽ നമ്പർ കിട്ടും. സെറ്റാണേ? ആണ്. എങ്കിൽ മുന്നോട്ട് ഒരു ചോദ്യം കൂടെ നമുക്ക് ചെയ്യാം. 10 10 11 ഇതിൻ്റെ ഡെസിമൽ നമ്പർ കാണണം. അപ്പം ഞാൻ അങ്ങേയറ്റത്ത് 1 എഴുതി, അതിൻ്റെ ഇരട്ടി 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 എഴുതി. ഓക്കെ, ഇനി 1ൻ്റെ താഴെയുള്ളതെല്ലാം കൂടെ കൂട്ടണം. 1ൻ്റെ താഴെ എല്ലാം കൂടെ കൂട്ടുമ്പം 32ഉം പ്ലസ് 8ഉം പ്ലസ് 2ഉം പ്ലസ് 1ഉം വരും അല്ലേ. 43 എന്ന് വരും മക്കളെ. 43. ഇങ്ങനെയാണ് ഡെസിമൽ നമ്പറിനെ ബൈനറി നമ്പർ ആക്കുന്നതും ബൈനറി നമ്പറിനെ ഡെസിമൽ നമ്പർ ആക്കുന്നതും. തിരിച്ചും മറിച്ചും ചെയ്യുന്ന രീതിയിലാണ്. പക്കയാണോ? നന്നായിട്ട് മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.